Good afternoon. Good afternoon, Miss. Okay. Okay, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്. കഴിച്ചോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വരെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ദിവസം ICUവിന്റെ നമ്മള് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഓപ്പൺ യൂണിറ്റ് ICU, പിന്നെന്താണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് സ്റ്റാഫിംഗ് പഠിച്ചു അല്ലെ? ICUവിലെ സ്റ്റാഫിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്, സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ICU രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്? അത് സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? സീനിയർ റെസിഡന്റ് ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? പോസ്റ്റ് MD ആണ് അല്ലെ? MD കഴിഞ്ഞിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 12 hour ഡ്യൂട്ടി ആണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനില്, അതായത് പ്രത്യേകിച്ച് ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളില് കൺസൾട്ടിന്റെ ആബ്സെൻസില് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തുടങ്ങാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. രജിസ്ട്രാർക്കുണ്ട് അല്ലെ? സീനിയർ റെസിഡന്റ് രജിസ്ട്രാർക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ജൂനിയർ റെസിഡന്റിന്റെ ICU. ആരാണ് ജൂനിയർ റെസിഡന്റിന്റെ? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ICUവിനകത്തുള്ള രോഗികളുടെ ഈ പറയുന്ന റെക്കോർഡ്സുകള് കൃത്യമായിട്ട് സമ്മറികളൊക്കെ തയ്യാറാക്കുക, അവരുടെ റെക്കോർഡ്സുകളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഫയൽ ചെയ്തൊക്കെ സൂക്ഷിക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ജൂനിയർ റെസിഡന്റ് ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ശ്രീകൃഷ്ണൻ കറക്റ്റ് ആണ്. സമ്മറി പ്രിപ്പയർ ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ICU എന്താണ്, എങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU ക്ലാസിഫിക്കേഷൻ, സ്റ്റാഫിംഗ്, ജൂനിയർ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോയിന്റുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മള് ICUവിലോട്ട് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നത് ചില ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ രോഗികളെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. To optimize the ICU resources and enhance the outcomes, ICU admissions should be guided on the basis of a combination of factors. എന്താണ് പറയുന്നത്? ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ടു ഒപ്റ്റിമൈസ് ദ ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ദ ഔട്ട്കംസ്, നമുക്കറിയാം ICUവിലുള്ള റിസോഴ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഔട്ട്കംസ് അല്ലെ, അവിടെ നിന്ന് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ICU അഡ്മിഷൻ ചില ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ICU അഡ്മിഷൻ നടത്തുന്നത്. ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയസ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 6 പോയിന്റുകളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് prioritization in accordance with to the patient's severity of illness. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? prioritization in accordance with to the patient's severity of illness. എന്ന് പറഞ്ഞാല് ഒരു രോഗിയുടെ രോഗ തീവ്രതയ്ക്കനുസരിച്ച് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു പേഷ്യന്റിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്തത്. നമുക്കറിയാലോ ICU എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? വരുന്ന ആളുകൾക്ക് മുഴുവൻ നമുക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വരുന്ന ആളുകളിലെ രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം അല്ലെ? അല്ലാതെ വരുന്ന രോഗികളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട രോഗികൾ ഉണ്ടായിരിക്കും. കാരണം അവരുടെ അസുഖത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് അനുസരിച്ചുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലെ? അത് രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത് ICUവിലോട്ട്
അഡ്മിഷൻ നടത്തേണ്ടത്. ഒന്നാമത്തെ പ്രയോറിറ്റൈസേഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ അതാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. അതായത് ചില രോഗികളുടെ ചില പ്രത്യേക ആവശ്യകതകളുള്ള രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. ചില രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ എന്തിന്റെ സഹായം തന്നെ വേണ്ടി വരും? നമുക്ക് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികളുണ്ട്, അത്തരം എക്യുപ്മെന്റ്സിന്റെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം രോഗികൾ, അതാണ് സ്പെസിഫിക് നീഡ്സ് ഉള്ള രോഗികൾ എന്ന് പറയുന്നത്. പ്രത്യേക ആവശ്യകതകളുള്ള രോഗികൾ എന്ന് വെച്ചാൽ അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ ആവശ്യമായിട്ടുള്ള രോഗികളുണ്ടാവും. അതും എന്താണ് ICU അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയ ആണ്. കാര്യം അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പികൾ വേണം. അത് ലഭിക്കണമെങ്കിൽ ICU അഡ്മിഷൻ അവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളവരെ നമുക്ക് അതും ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് അവര് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ, ഇങ്ങനെയുള്ള ചില പ്രത്യേക അവസ്ഥകൾക്ക് നമ്മൾ ഇവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ICUവിനകത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തന്നെ പഠിച്ചില്ലേ, QRKAD ICU എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പോയിന്റ് പറഞ്ഞു അല്ലെ. അതിനകത്ത് സെപ്സിസ് പറഞ്ഞു, കാർഡിയക് അറസ്റ്റ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് സ്പൈനൽ സർജറീസ്, അങ്ങനെ കുറെ കേസുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ എവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ICUവിനകത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതാണ് പറയുന്നത് ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് എന്തിന് കാരണമാകുന്നുണ്ട്? നേരിട്ടുള്ള ICU അഡ്മിഷന് കാരണമാകുന്നുണ്ട്. അത് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പ്രയോറിറ്റൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്പെസിഫിക് നീഡ്സ് ഓഫ് പേഷ്യന്റ് ദാറ്റ് റിക്വയറിംഗ് ദ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്. മൂന്നാമത്തെ എന്താണ്? ഡയഗ്നോസിസ് അല്ലെ. ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് എന്തിന് കാരണമാകുന്നുണ്ട്? ICU അഡ്മിഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ പോയിന്റ് വരുന്നത് പ്രോഗ്നോസിസ് ആണ് കേട്ടോ. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? പ്രഡിക്ഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രവചനം, ഫോർകാസ്റ്റിംഗ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മുടെ പ്രഡിക്ഷൻ ആണ് പ്രോഗ്നോസിസ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഒരു രോഗീനെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഈ ഒരു രോഗിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറെ കൂടെ ഇംപ്രൂവ് ആകും, അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആവും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് അവരുടെ ക്ലിനിക്കൽ അസസ്മെന്റും ഡയഗ്നോസിസും ഒക്കെ നടത്തുമ്പോൾ അവർക്കൊരു അസംഷൻ ഉണ്ടായിരിക്കും. ഇന്ന രീതിയിൽ ഈ ഒരു രോഗിക്ക് ഒരു ICUവിലുള്ളൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രോഗിയുടെ കണ്ടീഷൻ നമുക്ക് കുറെ കൂടെ ഫാർ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളത് ഉണ്ടാവില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം, അത് എന്തിന് കാരണമാകുന്നുണ്ട്? ICU അഡ്മിഷന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാല് പ്രഡിക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ഒരു രോഗിക്ക് അവർക്ക് ഒരു ICU ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറെ കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രഡിക്ഷൻ, ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതും ICU അഡ്മിഷന് ഒരു കാരണമാകുന്നു. ഓക്കെ, ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ? അതാണ് പ്രോഗ്നോസിസ് കേട്ടോ. പ്രഡിക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ഇതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. അതായത് നമ്മൾ ICU ഇന്റർവെൻഷൻസ്, ദാറ്റ് മീൻസ് ഇടപാടുകൾ നടത്താണ്. നമ്മൾ ഈ പ്രോഗ്നോസിസ് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ് കേട്ടോ ഈ പോയിന്റ്. അതായത് നമ്മൾ ICUവിൽ ഇടപെടലുകള്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയറുകള്, അവിടെ കൊടുക്കുന്ന കെയറിലെല്ലാം തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷനിൽ കുറച്ചും കൂടി ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ആയിട്ടൊരു നല്ലൊരു ഔട്ട്കം അവരിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എവിടേക്ക് അഡ്മിറ്റ് ചെയ്യാം? ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യാം. മനസ്സിലായോ? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദി ഇന്റർവെൻഷൻ. അതൊരു ICU ഇന്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ICU ട്രീറ്റ്മെന്റുകളും മറ്റും പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്കൊരു പേഷ്യന്റിന് ഒരു പൊട്ടൻഷ്യൽ ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതും ICU അഡ്മിഷന് ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? ബെഡ് അവൈലബിലിറ്റി ആണ് അല്ലെ. കിടക്കകളുടെ ലഭ്യത. നമുക്കറിയാം ICU എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ബെഡ് അവൈലബിലിറ്റിയും എന്തിന് കാരണമാകുന്നുണ്ട്? ICU അഡ്മിഷന് കാരണമാകുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് വന്നു, ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അതും ഒരു ഫാക്ടറാണ് കേട്ടോ, ബെഡ് അവൈലബിലിറ്റി. ക്ലിയർ ആയോ? 6 പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ICU അഡ്മിഷൻ ക്രൈറ്റീരിയയുടെ 6 പോയിന്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? 6 പോയിന്റ്. എന്താണ് ആരും ഉണ്ടാക്കുന്നത്? ഓക്കെ,
അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് പ്രയോറിറ്റൈസേഷൻ ആണ് കേട്ടോ. അതായത് രോഗിയുടെ രോഗതീവ്രതയ്ക്കനുസരിച്ച് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ICUലോട്ട് അഡ്മിറ്റ് ചെയ്തത്. ഇതാണ് 5th പോയിന്റ്. മനസ്സിലായില്ല അല്ലെ? ഒക്കെ പറയാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫിക് നീഡ്സ്, പേഷ്യന്റ് നീഡ്സ് ലൈക്ക് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. ചില പേഷ്യൻസിന് നമുക്ക് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് ആവശ്യമായിട്ടുള്ള ചില സ്പെസിഫിക് ആവശ്യകതകളുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഡയഗ്നോസിസ് ആണ്. ചില രോഗങ്ങളുടെ ഡയഗ്നോസിസ് നേരിട്ടുള്ള ICU അഡ്മിഷന് കാരണമാകും. പൊള്ളലേൽക്കുക, അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് വരിക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള സ്പൈനൽ സർജറി ഉള്ള പേഷ്യൻസ്, അവരൊക്കെ നമ്മൾ എവിടെ കെയർ ചെയ്യുക, ICUലാണ് കെയർ ചെയ്യുക അല്ലെ. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ ആണ്. ചില രോഗികളിൽ നമ്മൾ നടത്തുന്ന പ്രത്യേകിച്ച് ഒരു ICU ഇന്റർവെൻഷൻ, ICU ഇടപെടലുകളിലൂടെ രോഗിയിൽ ഒരു നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ രോഗിയിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രോഗ്നോസിസ്, ഒരു പ്രവചനം ഉണ്ടെങ്കിൽ അതും ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്. ഇന്റർവെൻഷൻസ് വെച്ച് ഇടപാടുകൾ എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ പ്രോഗ്നോസിസ് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു പോയിന്റ് ആണത്. നമ്മളൊരു രോഗിയിൽ നടത്തുന്ന ICU ഇന്റർവെൻഷൻസ്, ചില രോഗികളുടെ കണ്ടീഷൻ വളരെ മോശമാണ്, ഏതൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ ശരിയാവില്ല, അത് ഡോക്ടർക്ക് തോന്നുകയാണ് ICUവിൽ ഒരു കിടത്തി, ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ആ ഒരു ICU ഇന്റർവെൻഷൻ, ദാറ്റ് മീൻസ് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ കണ്ടീഷൻ കുറേ കൂടെ മെച്ചപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ICUലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫിസാനെ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ ആണോ? ഓക്കെ ആണോ ഫിസാനെ? ഓക്കെ ആണോ? ഫിസാൻ കേൾക്കുന്നുണ്ടോ? പിന്നെ ബെഡ് അവൈലബിലിറ്റി കേട്ടോ, കിടക്കയുടെ ലഭ്യതയാണ് കേട്ടോ, അതും ഒരു ഫാക്ടറാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങളോട് എങ്ങനെ ചോദിക്കാൻ, എങ്ങനെ ക്വസ്റ്റ്യൻ വരിക, താഴെ തന്നിരിക്കുന്നതിന് ICU അഡ്മിഷൻ ക്രൈറ്റീരിയയില് റാഷിദ എന്നാണ് പേര് അല്ലെ? ഓക്കെ, റാഷിദ. ഓക്കെ കേട്ടോ. അപ്പൊ ഇനി റാഷിദ എന്ന് വിളിക്കാം. നിങ്ങളുടെ ഒറിജിനൽ പേരൊന്നും നമുക്ക് അറിയില്ല, നിങ്ങൾ ഇങ്ങനെ വരുന്ന പേരുകൾ കണ്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. റാഷിദ എന്നാണ് പേര് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് ബെഡ് അവൈലബിലിറ്റി, കിടക്കയുടെ ഈ പോയിന്റുകൾ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് എളുപ്പമുള്ള നാമലാണ് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് കേട്ടോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിന് ICU കേട്ടോ. ഒരു ICUയിൽ നടക്കുന്ന ദൈനംദിന നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് ഇനി കൊടുത്തേക്കുന്നത്. അവിടെ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, connection with the parent unit is necessary for the proper treatment of patients in ICU. അതാണ് പറയുന്നത്, connection with the parent unit is necessary for the proper treatment of patients in ICU. അതായത് നമ്മുടെ ICUവിലുള്ള പേഷ്യൻസിനെ ഒരു ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും എന്താണ്, അത്യാവശ്യമാണ്. എന്താണ് അപ്പൊ അടുത്ത സംശയമാണ്, എന്താണ് ഈ പാരന്റ് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഒരു പേഷ്യന്റിനെ ICUലോട്ട് റെഫർ ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതാണ് എന്ത്, പാരന്റ് യൂണിറ്റ്. മനസ്സിലായോ? ഒരു പേഷ്യന്റിനെ ICUലോട്ട് റെഫർ ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആദ്യം തന്നെ വരുന്നത് എമർജൻസിയിൽ വരുന്നു, കാഷ്വാലിറ്റിയിൽ വരുന്നു, അവരൊന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് അവരെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ വരികയാണ്, അവിടെ വരുന്നു, ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ഡോക്ടർ കുറെ ടെസ്റ്റുകളും മറ്റും നടത്തുന്നു, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഒക്കെ നടത്തിയപ്പോൾ ഡോക്ടർക്ക് തോന്നുന്നത് വളരെ സീരിയസ് കണ്ടീഷനാണ്, ഇയാൾ എത്രയും പെട്ടെന്ന് ICUലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. കാർഡിയാക് ICUലോട്ട് പേഷ്യന്റിനെ മാറ്റുകയാണ്. അപ്പോ ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ പാരന്റ് യൂണിറ്റ് ഏതാണ്? പാരന്റ് യൂണിറ്റ് ഏതാണ്? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അവരെ കൊണ്ട് റെഫർ ചെയ്തിട്ട് കാർഡിയാക് ICUലോട്ട് റെഫർ ചെയ്തിരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ICUവിലുള്ള പേഷ്യൻസിന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് പാരന്റ് യൂണിറ്റുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോഴും അത്യാവശ്യമാണ്. കാരണം പാരന്റ് യൂണിറ്റിലാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും അല്ലെ? ആ ഒരു രോഗിയെ റെഫർ ചെയ്യാനും ആ ഒരു രോഗിയുടെ കാര്യങ്ങളെ പറ്റി കൂടുതലുള്ള വിവരങ്ങൾ അറിയാവുന്നത് പാരന്റ് യൂണിറ്റിലായിരിക്കും. അവരവിടെ നടത്തിയിട്ടുള്ള പല എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ പിടിച്ച് ICUലോട്ട് റെഫർ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ICUവിൽ വരുന്ന പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം അല്ലെ? കാരണം ആ ഒരു യൂണിറ്റിലാണ് ഇയാൾ വന്നതും ഇയാളുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഫർമേഷൻസും അത് വന്ന സമയത്ത് അയാളുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി അറിവുള്ളത് പാരന്റ് യൂണിറ്റിലായിരിക്കും.
അല്ലെ? അപ്പൊ എങ്കിൽ മാത്രമേ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ എവിടെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, പേഷ്യന്റിന് ഐസിയുവിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ഐസിയു. ഐസിയുലുള്ള പേഷ്യൻസിന് ഒരു ശരിയായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനായിട്ട് പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത് പറയുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റൂട്ടീൻ ICU റൗണ്ട്സ് ഷാൾ ബി ഹെൽഡ് ഇൻ ദ മോർണിംഗ് അറ്റ് 9 to 11 AM under the whom patient is admitted. ആ മോർണിംഗ് 9 to 11 AM എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. മോർണിംഗ് 9 to 11 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് റൂട്ടീൻ ആയിട്ടുള്ള ICU റൗണ്ട്സ് ഏത് സമയത്താണ് നടക്കുന്നത്? ഏത് സമയത്താണ്? രാവിലെ 9 നും 11 മണിക്കും ഇടയിലാണ് കേട്ടോ. റൂട്ടീൻ മോർണിംഗ് ആണ് ഓപ്ഷൻ. അത് ഈവനിങ് 9 to 11 PM എന്നൊക്കെ തരും കേട്ടോ. സമയത്ത് തെറ്റിച്ച് തരും. മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നൊക്കെ നോക്കി വെക്കുക. അപ്പൊ മോർണിംഗ് 9 to 11 AM ആണ് സാധാരണ റൂട്ടീൻ ICU റൗണ്ട്സിൽ നടക്കുന്നത് കേട്ടോ. The main decision regarding the treatments is taken in this rounds. അപ്പൊ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്താണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. The treatment initiated to the patients is written by the senior resident posted in ICU. Extensive care is given to the patient. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. അതായത് നമ്മൾ പേഷ്യൻസിനായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ ആരംഭിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കൃത്യമായിട്ട് എഴുതുന്നത് ആരായിരിക്കും? അത് സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും കേട്ടോ. ICU പോസ്റ്റ് ചെയ്തിട്ടുള്ള സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് ഈ ഒരു ഓരോ രോഗികൾക്കുമായിട്ട് ആരംഭിച്ചിട്ടുള്ള അവരുടെ ചികിത്സയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. അതനുസരിച്ച് എക്സ്റ്റൻസീവ് കെയർ ഈസ് ഗിവൻ ടു പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു പരിചരണമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പെട്ടെന്ന് പഠിക്കാനുണ്ടോ? ഇല്ല. ICU ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ആണ് അവർ പറഞ്ഞത്. വേറൊന്നുമല്ല, ICUലുള്ള പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും ഉണ്ടായിരിക്കണം. രണ്ടാമതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ്. ICUവിന്റെ റൂട്ടീൻ റൗണ്ട്സ് നടക്കുന്നത് മോർണിംഗ് 9 to 11 AM സമയത്താണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്താണ്. ഓക്കെ, മൂന്നാമത് പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാല് ഓരോ രോഗിക്കുമായിട്ട് ആരംഭിക്കുന്ന ചികിത്സ അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത് എഴുതി തന്നത് ആരാണ്? അത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് കേട്ടോ. അതിനനുസരിച്ചുള്ള എക്സ്റ്റൻസീവ് പരിചരണങ്ങൾ, വിപുലമായിട്ടുള്ള പരിചരണങ്ങൾ ആർക്ക് കൊടുക്കുന്നു? പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അപ്പൊ നമ്മൾ അഡ്മിഷൻ ക്രൈറ്റീരിയ പഠിച്ചു. അങ്ങനെ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയറുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് അറിയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ICUവിൽ നിന്നും ഈ പറയുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ അതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ശരിക്കും ഓരോന്ന് വായിച്ച് എന്താന്നുള്ളത് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കാൻ അങ്ങനെയുള്ള പോയിന്റുകളൊന്നും ഇതിനകത്തില്ല. എന്താണ് ചെയ്യുന്നതിനുള്ളത് ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്രേ വേണ്ടു. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. The patients who are recovered and steady can be discharged. Of course, നമുക്കറിയാലോ. The patients who are recovered and steady can be discharged. ഇപ്പൊ അത്യാവശ്യം ICUവിലുള്ള ഒരു പേഷ്യൻസ് അവരുടെ കണ്ടീഷൻ കുറെ കൂടെ റിക്കവർ ആയി അല്ലെ, റിക്കവർ ആയി അവർ കുറെ കൂടെ സ്റ്റഡി ആയി സ്റ്റേബിൾ ആണെങ്കിൽ പിന്നീട് നമ്മൾ അവരെ ICUവിൽ പാർപ്പിക്കണമെന്നില്ല. അവരെ നമുക്ക് ICUവിൽ നിന്ന് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? The patients in whom immediate threat is lessened but needs close observation can neither be discharged to the wards or can either be discharged to wards or in intermediate care areas depending on need for ICU beds. അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ അവരുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു രോഗഭീഷണി അത് കുറയാണ്. അതായത് ഇമീഡിയറ്റ് ത്രെറ്റ് ഇസ് ലെസ്സൻഡ്. അതായത് ആ രോഗിക്ക് ഉണ്ടായിരുന്ന പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു രോഗാവസ്ഥ, രോഗ തീവ്രത അവിടെ കുറയാണ്.
എങ്കിലും അവർക്കൊരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവില്ലേ, അവരെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ നിന്ന് അവരുടെ ആ ഒരു രോഗഭീഷണി കുറഞ്ഞു, പക്ഷെ എങ്കിലും അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റാം, അല്ലെങ്കിൽ വാർഡിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് കെയർ ഏരിയസിലോട്ട് മാറ്റാം. എന്തിനനുസരിച്ച് കൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്. കാരണം ICU ബെഡിന്റെ ആ ഒരു നീഡ്സിനനുസരിച്ച് കൊണ്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെ. ഇപ്പൊ നമ്മൾ ICUലോട്ട് അഡ്മിറ്റ് ആവുന്ന ഒരുപാട് പേഷ്യൻസ് വന്നേക്കാണ്. ഓൾറെഡി ICU കിടക്കുന്ന പേഷ്യൻസിന്റെ ചിലവരുടെയെങ്കിലും കണ്ടീഷൻ സ്റ്റേബിൾ ആയി, ഇമ്മീഡിയറ്റ് ത്രെട്ട് ഏകദേശം കുറഞ്ഞു. അങ്ങനെയുള്ള രോഗികളെ പിന്നെ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല, അവർ ഡിസ്ചാർജ് ചെയ്തൊന്നില്ലെങ്കിൽ വാർഡിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ട് മാറ്റാം. കാരണം ഈ ഒരു ബെഡ്സിന്റെ നീഡ്സ് ആവശ്യമുള്ളവര് വീണ്ടും വന്നുകൊണ്ടിരിക്കും, അപ്പൊ അതിനനുസരിച്ച് ചെയ്യുക കാര്യങ്ങൾ. അത്രയേ ഉദ്ദേശിക്കുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. The patients in whom death is segregated to be impending, even if intensive care is continued, again kept in ICU depending on the availability of resources. അതാണ് പറയുന്നത്, the patients in whom death is segregated to be impending, even if intensive care is continued, again kept in ICU depending on the availability of resources. എന്ന് പറഞ്ഞാൽ ചില ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യന്റ് അവരുടെ മരണം ഉറപ്പാണ്, മനസ്സിലായോ, അവരുടെ ഡെത്ത് ഉറപ്പാണ്, ഉറപ്പായിട്ടുള്ള ഡെത്ത് ഉറപ്പായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനെ കാര്യം നമുക്ക് ഭയങ്കര നല്ല കെയറിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും മരണം ഉറപ്പായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള രോഗികൾ എവിടെ തന്നെ പാർപ്പിക്കാം, ICUവിനടുത്ത് തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അതും ഡിപ്പെൻഡിങ് ഓൺ ദ, അതുകൂടെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. നമ്മുടെ ലഭ്യമായിട്ടുള്ള റിസോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത്തരം രോഗികൾ ICUവിൽ തന്നെ നമുക്ക് പാർപ്പിക്കാം. അപ്പൊ അതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഡിസ്ചാർജ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ICUവിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ ഏകദേശം സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു രോഗിയുടെ പെട്ടെന്നുള്ള ഒരു രോഗഭീഷണി കുറയെങ്കിലും എന്നാൽ അവർക്ക് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ICUവിനെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റാം, വാർഡിലോട്ടോ ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ടോ മാറ്റാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബെഡ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, നമ്മൾ എത്ര ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി മരണം സുനിശ്ചിതമായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടായിരുന്നു ICUവിനകത്ത്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ചാർജ് ചെയ്യേണ്ട അവരെ അവിടെ തന്നെ കെപ്റ്റ് ചെയ്യുക, അവരെ വീണ്ടും അതുപോലെ തന്നെ തുടർന്ന് പരിചരണങ്ങളൊക്കെ കൊടുക്കുക. ദാറ്റ് ഈസ് അതും ഡിപ്പെൻഡിങ് ഓൺ ദ റിസോഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതോടുകൂടി നമ്മൾ കുറച്ചും കൂടെ പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. അതിൽ 3 പേരുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വന്നിട്ട് ICU ഇൻചാർജ്. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ്, നമ്മൾ പഠിച്ചല്ല, ആളുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. 3 പേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി ഉറപ്പിച്ചു വെക്കാം. കാര്യം ക്വസ്റ്റ്യനിൽ തരുമ്പോൾ നമുക്ക് തന്നെ അവസാനം കൺഫ്യൂഷൻ ആവും. ഇത് ഇന്ത്യൻ സിസ്റ്റം റെസ്പോൺസിബിലിറ്റി ആണോ അതോ അഡ്മിനിസ്ട്രേഷന്റെ ആണോ ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണോ എന്നൊരു ഡൗട്ട് തോന്നും. അങ്ങനെ വരാതിരിക്കാനായിട്ട് എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആരുടേതാണ് നമുക്ക് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU കേട്ടോ. ICU ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ICU ഇൻചാർജ് ആരാണ്? ICU ഇന്റൻസിവിസ്റ്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ ICUവില് ഉള്ള പേഷ്യൻസിന് എന്താ പറയാ പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എന്താ പറയാ ഡോക്ടേഴ്സ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ICU ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം അദ്ദേഹത്തിന്റെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, he is representative for the unit in administrative. ഇതാണ് പറയുന്നത്, he is representative for the unit in administrative. അതായത് യൂണിറ്റ് മീൻസ് ICU ആണ് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മരണപരമായിട്ടുള്ള കാര്യങ്ങളില് ICUവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്? ICU ഇന്റൻസിവിസ്റ്റ് അല്ലെ. ICUവിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ICUവിന്റെ ഒരു പ്രതിനിധിയായിട്ട് പ്രത്യേകിച്ച് മരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ICUവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് ICU ഇൻചാർജ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹമാണ് ആര്? റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ICU എന്ന് പറയുന്നത് ആരാണ്?
ICU ഇൻചാർജ് കേട്ടോ, ഇന്റൻസിവിസ്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. ഇതാണ് പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. അതായത് രോഗിക്ക് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം ഉറപ്പു കൊടുക്കുന്നു, അല്ലെ? രോഗിക്ക് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം അതെന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു രോഗിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എങ്കിൽ മാത്രമേ അവർക്ക് ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്ന് വെച്ചാൽ രോഗിക്ക് കൊടുക്കുന്ന ചികിത്സയിൽ യാതൊരു തരത്തിലുള്ള എന്ത് വരാൻ പാടില്ല, ബ്രേക്കേജ് വരാൻ പാടില്ല, തടസ്സം വരാൻ പാടില്ല. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് എന്ത് കിട്ടിയിരിക്കണം? പരിചരണം ലഭിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അത് ICU ഇൻചാർജ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പാരന്റ് യൂണിറ്റുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. മൂന്നാമത്തെ പോയിന്റ്, അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding the patient care but also for the use of unfamiliar equipment. എന്താ പറയുന്നത്? അതായത് ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുമല്ലോ, അദ്ദേഹം റെപ്രസെന്റേറ്റീവ് ആണ്, അദ്ദേഹത്തിന്റെ കീഴിലൊരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? ഈ പറയുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് വളരെ സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യാം? മേൽനോട്ടം വഹിക്കാം, അവരെ സൂപ്പർവൈസ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നോട്ട് ഓൺലി റിഗാർഡിംഗ് ദ പേഷ്യന്റ് കെയർ ബട്ട് ആൾസോ ഫോർ ദ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നല്ല പരിചരണം കൊടുക്കുന്നതിന് മാത്രമല്ല അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്, പകരം എന്തും കൂടെയാണ് ഒരു ICUയിൽ ഉപയോഗിക്കുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലും ജൂനിയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മേൽനോട്ടങ്ങളും അതുപോലെ അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ പറഞ്ഞത്? കേട്ടോ, ഇതാണ് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding the patient care but also for the use of unfamiliar equipment. മനസ്സിലായോ? ജൂനിയർ സ്റ്റാഫുകൾക്ക് നല്ല നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അവർക്ക് മേൽനോട്ടം വഹിക്കാം. രോഗിക്ക് പരിചരണം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ICUയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെ ഉപയോഗിക്കുന്ന കാര്യത്തിലും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ICU ഇൻചാർജ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ, ഹീസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്സ്. അതോടൊപ്പം തന്നെ ICUയിലുള്ള എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും വാങ്ങുന്നതിനും അത് കൃത്യമായിട്ട് സർവീസിങ്ങും മറ്റും ചെയ്യുന്നതിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ICU ഇൻചാർജ് ആണ്. കാര്യം അദ്ദേഹത്തിന് ഒരു ഓൾ ഇൻ ഓൾ ആണ്, അടുത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് നോക്കുന്നത്, അല്ലെ? ICUയിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നതും അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നതും മറ്റും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ICU ഇൻചാർജ് ആണ്. അടുത്ത പോയിന്റ്, should initiate research and be recognized as an authority. should initiate research and be recognized as an authority. അതുപോലെ കൃത്യമായിട്ട് റിസർച്ച് ട്രയലുകൾക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുക. അതായത് ICU സംബന്ധമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് എന്ത് കൊടുക്കുക? ഇനീസിയേഷൻ, അതിന് വേണ്ട ഒരു എന്താ പറയുക സപ്പോർട്ട് കൊടുക്കുക. പുതിയ പുതിയ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള എന്താ പറയുക അതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക. അത് പ്രൊമോട്ട് ചെയ്താൽ മാത്രം പോരാ, ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതോറിറ്റി എന്നുള്ള രീതിയിൽ അതിന് അംഗീകാരം കൊടുക്കുക. എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്? പൊതുവെ എന്തിനാ നമ്മൾ റിസർച്ച് നടത്തുന്നത്? എന്താണ്? പുതിയ കാര്യങ്ങൾ പലതും കണ്ടെത്താനായിട്ട്, അല്ലെ? അതുപോലെ പഴയ ചില കാര്യങ്ങളിലുള്ള ചില പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല റിസർച്ച് ട്രയലുകൾ നടത്തുന്നത്. ICUവിനെ സംബന്ധിച്ച് റിസർച്ച് ട്രയലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാ പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ പുതിയ എക്യുപ്മെന്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് ഫ്യൂച്ചറിൽ വരുന്ന പേഷ്യൻസിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ച് ട്രയലുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു ഇനീസിയേഷൻ ആര് കൊടുക്കണം? ICU ഇൻചാർജ് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രം പോരാ, എന്തും കൂടെ വേണം, that can be recognized as an authority, അല്ലെ? അതോറിറ്റി, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അതിന് വേണ്ട അംഗീകാരം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം അവർക്ക് കിട്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ എന്തുണ്ടാവും? വെറുതെ ഇനീസിയേഷൻ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതോറിറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ ഫണ്ടിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അംഗീകാരമോ മറ്റും കൊടുക്കേണ്ടതും ഉള്ള റിസോഴ്സുകളൊക്കെ ലഭ്യമാക്കാനുള്ള കൊടുക്കേണ്ടതിനുള്ള ഉത്തരവാദിത്തം ICU ഇൻചാർജിനാണ് കേട്ടോ.
ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ഇതാണ്, ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ് കേട്ടോ. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതായത് ഈ ICUവിലുള്ള എല്ലാ ചികിത്സാ കാര്യങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവലോകനം, എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് ചർച്ച ചെയ്യാൻ, അതായത് ഓരോ രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ചികിത്സയെ പറ്റിയിട്ട് കൃത്യമായിട്ട് എല്ലാ ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യേണ്ടതും ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ അധികം നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കില്ല. എല്ലാത്തിലും എന്താണ് കൂടുതൽ ക്ലിനിക്കൽ പരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ മേലോട്ട് വഹിക്കുന്നത് ICU ഇൻചാർജ്. എന്തൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞത്? ICU ഇൻചാർജ് എന്ന് പറയുമ്പോൾ ICUവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളൊരു എന്താ റെപ്രസെന്റേറ്റീവ് ആണ്, പ്രതിനിധിയാണ്. അദ്ദേഹം രോഗികൾക്ക് ഒരു തുടർച്ചയായിട്ടുള്ള ക്ലിനിക്കൽ പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ജൂനിയർ സ്റ്റാഫുകൾക്ക് രോഗി പരിചരണത്തിൽ മാത്രമല്ല അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ICU എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ICU ഇൻചാർജിനാണ്. പിന്നെ ICU റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ട്രയലുകൾ കണ്ടക്ട് ചെയ്യുന്നതിനും ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ അവർക്ക് അംഗീകാരം കൊടുക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ICU ഇൻചാർജിനാണ്. അതുപോലെ ICUവിൽ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്തിരിക്കണം. ഇതൊക്കെ ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ഓക്കെ ആണോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. അടുത്തതൊക്കെ പഠിച്ചു വരുമ്പോ അങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത്. നെക്സ്റ്റ് ഇനി നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുവർ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ICU നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. അല്ലെ, എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. അതായത് രോഗിയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെ, സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് സേഫ്റ്റി. രോഗിയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു അന്തരീക്ഷം അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? സഫീഷ്യന്റ് റിസോഴ്സസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അതുപോലെ എല്ലാ നല്ല പ്രവർത്തനക്ഷമതയുള്ള നല്ല പ്രവർത്തനാവസ്ഥയിലുള്ള റിസോഴ്സുകളെല്ലാം ആവശ്യത്തിനനുസരിച്ച് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഈ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് വരും കേട്ടോ. ഹ്യൂമൻ റിസോഴ്സസും വരും, അല്ലാതെയുള്ള എക്യുപ്മെന്റ്സുകളും എല്ലാം ഇതിന്റെ റിസോഴ്സിന്റെ ഭാഗമാണ്. അല്ലെ, റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഹ്യൂമൻ ആളുകളും എന്താണ് അവിടുത്തെ റിസോഴ്സസ് ആണ്. അല്ലെ, അപ്പൊ എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിൽ നല്ല പ്രവർത്തനാവസ്ഥയിലുള്ള എല്ലാവിധ റിസോഴ്സുകളും ആവശ്യത്തിനനുസരിച്ചുള്ള റിസോഴ്സുകൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ആരും ഉറപ്പാക്കണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം. അല്ലെ, പിന്നെന്താണ് മൂന്നാമത്തെ പോയിന്റ്? ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കേട്ടോ. ആംപിൾ മതിയാവോളം ആവശ്യത്തിനനുസരിച്ചുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ട്രെയിനിനായിട്ട് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റിനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറയുന്നത് നാലാമത്തെ പോയിന്റ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. അതായത് സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനം ഉൾപ്പെടുന്ന ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കുക. എന്താണ് റെഫറൽ സംവിധാനം? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരികയാണ്, ആ പേഷ്യന്റിന് വേണ്ടത്ര ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ ഹോസ്പിറ്റലിൽ ഇല്ല എന്നിരിക്കട്ടെ. നമ്മൾ ആ ഒരു പേഷ്യന്റിനെ അവിടെ പിടിച്ച് ഹോൾഡ് ചെയ്യാൻ പാടും? ഇല്ല. അവർക്ക് ഏറ്റവും നല്ല പരിചരണം കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് അവരെ നമ്മൾ എന്ത് ചെയ്ത് വിടണം? റെഫർ ചെയ്ത് വിടണം. അല്ലെ, അതൊരു ഡ്യൂട്ടിയാണ്. അല്ലെ, അതാണ് അവർ പറഞ്ഞ ശരിയായിട്ട് സംവിധാനങ്ങൾ, ഒരു പ്രോപ്പർ റെഫറൽ സംവിധാനം ഉൾപ്പെടെയുള്ള പരിചരണ നിലവാരം എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? പ്രൊവൈഡ് ചെയ്യണം. നമ്മൾക്ക് അതിനുള്ള റിസോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതേ സംബന്ധിച്ച് അവരുടെ ജീവനാണ് ഇമ്പോർട്ടൻസ്. സോ നമുക്ക് ഏറ്റവും നല്ല പരിചരണം കിട്ടുന്ന സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്ത് വിടേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അത്തരത്തില് ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനം ഉൾപ്പെടുന്ന പരിചരണ നിലവാരം ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസ്. അല്ലെ, എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം. അതായത് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന, ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പൊ അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെന്താണ്? പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ
ഡിസ്ചാർജ് പ്രൊസീജിയർ അല്ലെ. നമ്മൾ നേരത്തെ ICU അഡ്മിഷനും ഡിസ്ചാർജിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം അഡ്മിഷനും ഡിസ്ചാർജിലൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാം. അല്ലെങ്കിൽ എന്താവും, തോന്നിയ രീതിയിലാവും കാര്യങ്ങൾ നടക്കുക. കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ പോളിസികൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞ ICU അഡ്മിഷൻ ആയിക്കോട്ടെ ഡിസ്ചാർജ് പ്രൊസീജിയറിനായിട്ട് കൃത്യമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തുക. ഇതൊക്കെ ആരും ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഒരു രോഗിയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ട് ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എല്ലായ്പ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സിംഗ് ടീമിനെ കൊടുക്കുക. പിന്നെ ഒരു ശരിയായ റെഫറൻസ് സംവിധാനം ഉൾപ്പെടെയുള്ള പരിചരണ നിലവാരം ഉറപ്പാക്കുക. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകൾ നടത്തുക. പിന്നെ അഡ്മിഷൻ, ICU അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പോളിസികൾ, പ്രോപ്പർ പോളിസികൾ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ ആണോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇതാണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇനി നമ്മൾ പഠിക്കുന്നത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ആദ്യം ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നതിനേക്കാളും മുമ്പ് ആരാണ് ICU സെക്രട്ടറി എന്ന് നമുക്ക് അറിയണം അല്ലെ. എന്നിട്ട് വേണം അവരുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാൻ. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. ഓക്കെ, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്നിട്ട് ഈ പറയുന്ന ICU ടീമിനും അതുപോലെ അവിടെയുള്ള രോഗികൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും പിന്തുണയും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം എന്തല്ല ഒരു മെഡിക്കൽ സ്റ്റാഫ്, ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് അല്ല അദ്ദേഹം, ഒരു ഡോക്ടറോ നഴ്സ് അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഹി പ്രൊവൈഡ്സ് ദ എൻറ്റയർ സപ്പോർട്ട് ടു ദ ICU ടീം ആൻഡ് പേഷ്യൻസ്. ICU ടീമിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള പിന്തുണകളെല്ലാം തന്നെ കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members and visitors meet when coming to the ICU. അതായത് ഒന്നാമത്തെ കാര്യമാണ് ICUലേക്ക് ആദ്യമായിട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർ നോർമലി ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി ശരിക്കാനാണ് അത് ICU സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. ICU സെക്രട്ടറിനെയാണ് ICUലോട്ട് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ മറ്റുള്ള കുടുംബാംഗങ്ങളായിക്കോട്ടെ അവർ ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? യൂണിറ്റ് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ICU സെക്രട്ടറി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. കൃത്യമായിട്ട് ICUലോട്ട് വരുന്ന ഫോൺ കോളുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം. എന്താണ്? മാർക്ക് ചെയ്യണമെന്നാണോ? മാർക്ക് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. നിങ്ങളിത് പോയിന്റുകൾ എന്താണുള്ളത് ക്ലിയർ ആക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളോട് എങ്ങനെ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയില് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി. എല്ലാം കൂടെ അണ്ടർലൈൻ ചെയ്തൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി കേട്ടോ. കൃത്യമായിട്ട് കോളുകൾ അറ്റൻഡ് ചെയ്യുക, മെസ്സേജുകൾ പ്രോപ്പർ ആയിട്ട് തന്നെ കൺവേ ചെയ്യുക കേട്ടോ. ഓക്കെ, അതായത് ICU ടീമുമായിട്ട് കൺവേ ചെയ്യുന്ന മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവരുടെ അടുത്തേക്ക് എത്തിക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ് കേട്ടോ. അതോടൊപ്പം തന്നെ ക്ലയന്റ്, നമ്മുടെ ക്ലയന്റ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആണ് അല്ലെ. നമ്മുടെ ക്ലയൻസിനെ നല്ല രീതിയിൽ തന്നെ ഗ്രീറ്റ് ചെയ്യുക അല്ലെ, അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. ക്ലയന്റ് മീൻസ് നമ്മുടെ കസ്റ്റമർ ആണ്. പേഷ്യന്റിന്റെ ആവശ്യകതകൾ എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, ഗ്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ICU സെക്രട്ടറി
സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, ദ സെക്രട്ടറി ഈസ് liable to answer basic questions and provide the general information such as the visiting hours for the ICU. അത് മാത്രമല്ല ICU സംബന്ധമായിട്ട് വരുന്ന എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്നതിനുള്ള ലെവലിലേക്ക് ICU സെക്രട്ടറിക്കാണ്. അദ്ദേഹത്തിനെയാണ് ഫസ്റ്റ് ആളുകൾ വന്ന് മീറ്റ് ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് അവർക്ക് ജനറൽ ആയിട്ട് ICUവിനെ സംബന്ധിക്കുന്ന ജനറൽ ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പൊ വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ICUവിന്റെ വിസിറ്റിംഗ് അവേഴ്സ്, സന്ദർശന സമയം, അല്ലെങ്കിൽ ICU ആയിട്ട് ബന്ധപ്പെട്ട് ബാധിക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ജനറൽ ഇൻഫർമേഷൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ് കേട്ടോ. അടുത്തത്, ഇഫ് കനോട്ട് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ കൺസേണിംഗ് ദ മെഡിക്കൽ സ്റ്റാറ്റസ് ഓഫ് എ പേഷ്യന്റ്, ഇറ്റ് ഈസ് ദ സെക്രട്ടറി who helps to point the customers in the right direction and refers them to other staff members if needed. അതൊരു വലിയ സെന്റൻസ് ആണ്, വേറൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റി കൃത്യമായൊരു ഇൻഫർമേഷൻ സെക്രട്ടറിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. സാധാരണഗതിയിൽ സാധിക്കും, പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തില് ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അതിനെ പറ്റി ചില ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ICU സെക്രട്ടറി എന്ത് ചെയ്യണം? Who helps to point the customers in the right direction and refers them to the other staff members if needed. അവരെന്ത് ചെയ്യണം? റൈറ്റ് ഡയറക്ഷനിലോട്ട് അവരെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന വ്യക്തി ആരാണ്? ഇപ്പൊ ഡോക്ടറാണോ നഴ്സാണോ ആരാണെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് അവർ പേഷ്യന്റിനെ എന്ത് ചെയ്ത് വിടണം? സെൻഡ് ചെയ്യണം, അവരെ റെഫർ ചെയ്ത് വിടണം അല്ലെ. അതായത് നമുക്ക് അതിനെ പറ്റി കൊടുക്കാൻ ഇൻഫർമേഷൻ അറിയില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യില്ലാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പാകത്തില് ആരുടെ സഹായമാണ് അവർക്ക് ആവശ്യം, അതിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടാം. അടുത്തത്, പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അറിയാലോ, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് തന്നെ പെർഫോംസ് ക്ലറിക്കൽ ടാസ്ക്, ക്ലറിക്കൽ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അപ്ഡേറ്റ് ദ ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൽ നമ്മുടെ ഈ ബെഡിന്റെ അവൈലബിലിറ്റി, ബെഡ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്തത്, മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസുകളുടെ റെക്കോർഡുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഫയൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് എന്ത് വെക്കുക? റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക കേട്ടോ. ICU സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതായത് കറക്റ്റ് ആയിട്ട് ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായിട്ട് നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെക്കാനുള്ള ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ്. ഏറ്റവും ഫൈനൽ പോയിന്റ് ആണ്, വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് ദ കെയർ സർവീസ്. അതായത് രോഗിക്ക് ഒരു നല്ലൊരു പരിചരണ സേവനങ്ങൾ കൊടുക്കുന്നതിനായിട്ട് മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുക അല്ലെ. നല്ലൊരു പരിചരണ സേവനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും എന്ത് ചെയ്യാൻ? സഹകരിച്ച് പ്രവർത്തിക്കുക. നമുക്കറിയാലോ, ICU എന്ന് പറയുമ്പോൾ അതിലൊരു ഹെൽത്ത് ടീം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കല്ല, അതിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കണക്ട് ചെയ്ത്, ഇവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് എത്രയും നല്ല അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്? പേഷ്യന്റിന്റെ സേവനങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ ആണ്, മനസ്സിലായോ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഒരു ഹെൽത്ത് ICU ടീമിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണകളും കൊടുക്കുക, അതുപോലെ കോളുകൾ ICU വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യുക, അവിടെ വരുന്ന പേഷ്യന്റിനെ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ICU സംബന്ധമായിട്ട് വരുന്ന ബേസിക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക, അതുകൂടാതെ ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുക. ഇനി ഏതെങ്കിലും കാരണവശാല് പേഷ്യന്റിന്റെ സ്റ്റാറ്റസിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, അവർക്ക് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നിടത്തോട്ട് അവരെ റെഫർ ചെയ്ത് വിടാം. പിന്നെ ICU സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ടാസ്കുകളുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. കമ്പ്യൂട്ടറിൽ ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഫയൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ രോഗിക്ക് ഒരു നല്ലൊരു കെയർ കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമ്മുടെ ICU എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലോ? ഇതിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഒരു ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം കൂടുതലും ഇങ്ങനെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ICU ഇൻചാർജ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ മറ്റുള്ള സപ്പോർട്ടുകളും കൊടുക്കാം. ഫിസിക്കൽ ഫെസിലിറ്റി ആയിക്കോട്ടെ, റിസോഴ്സുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യാം.
ICU സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നല്ലപോലെ മനസ്സിലെത്തി വായിച്ചാൽ മതി കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇതിനകത്ത് പഠിക്കാം. ക്ലിയർ. ICU എന്താണെന്ന് മനസ്സിലാക്കുക, ICU എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് പരിചരിക്കുന്നത്, പിന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ICU മറ്റേ ഓപ്പൺ യൂണിറ്റ് ICU വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ പലപ്പോഴും ചോദിച്ചു കണ്ടൊരു ചോദ്യമാണ് ICUവിലെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ് കേട്ടോ. പലപ്പോഴും ചോദിച്ചതാണ് 1:1 അല്ലെങ്കിൽ 1:2 ആണ് എന്താ പേഷ്യന്റ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആയിട്ട്. പിന്നെ നമ്മൾ ചോദിച്ച മറ്റൊരു ചോദ്യം, ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU? ICUവിന്റെ രജിസ്ട്രാർ ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം 12 hours ആണ്. പോസ്റ്റ് MD ആണ്, MD കഴിഞ്ഞിട്ടുള്ള ആളാണ്, റെസിഡൻസി വിരമിക്കുന്ന ഡോക്ടർ കേട്ടോ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് ഒരു ICUവിലുള്ള പേഷ്യൻസിന്റെ സമ്മറികളും ഫയലുകളും മറ്റൊക്കെ തരുന്നത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, പ്രയോറിറ്റൈസേഷൻ, പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, അതൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ റൂട്ടീൻ ICU റൗണ്ട്സ് എപ്പോഴാണ്? മോർണിംഗ് ആണ്, മോർണിംഗ് അങ്ങനെ തന്നെ പഠിക്കാം, മോർണിംഗ് 9 to 11. ഓക്കെ, ക്ലിയർ. അതൊന്ന് വായിച്ചു നോക്കൂ, 2 മിനിറ്റ് നിങ്ങൾ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചൊന്ന് ക്ലിയർ ചെയ്ത് വെക്കും, എന്നിട്ട് നമുക്ക് പുതിയൊരു പോർഷൻ തുടങ്ങാം. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, നിങ്ങളൊന്ന് വായിക്കട്ടെ, 2 മിനിറ്റ്സ് ഒന്ന് വായിക്കേ. എന്താണ് കാണാതെ പഠിക്കണം? വേണ്ട വേണ്ട വേണ്ട, പ്രശ്നം കാണാതെ പഠിക്കണ്ട കേട്ടാ. നമുക്ക് കാണാണ്ട് പഠിക്കണം എപ്പോഴാ? ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനല്ലേ നമുക്ക് കാണാണ്ട് പഠിക്കേണ്ടി വരുന്നത്, അല്ലെ? ഇതിപ്പോ അങ്ങനെയല്ല, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവണം നിങ്ങൾക്ക്, ഇത്രേ വേണ്ടു. അല്ലാണ്ട് കാണാണ്ടൊന്നും പഠിക്കില്ല. വാട്ട് ഈസ് ഇന്നത് അങ്ങനെയൊന്നുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോയിന്റുകളൊക്കെ അങ്ങനെ ഓർത്ത് എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒരു ക്വസ്റ്റ്യന് അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു പേപ്പറും 60 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 1-ല് 60 മാർക്ക്, മൊഡ്യൂൾ 2-ല് 60 മാർക്ക്, അങ്ങനെയാണ് കേട്ടോ. ആദ്യത്തെ ഒരു എക്സാം ഒക്കെ കഴിയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും, ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ കഴിവതും മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരിക്കും എക്സാം ചെയ്യുന്ന പോലെ തന്നെയാണ്, അത് തന്നെ അതേ പാറ്റേൺ ആണ് കേട്ടോ. പാസ് മാർക്കിനെ പറ്റി ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ പഠിക്കും കേട്ടോ, പിന്നീട് ഒരു ദിവസം പറയാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ അറിയാം, പറഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത് പാസ് മാർക്ക് എത്രയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ എന്ന് തുടങ്ങട്ടെ. ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്, നമുക്ക് സമയം കളയണ്ട, പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടെ പറയാണ്, മൊഡ്യൂൾ 1-നകത്ത് എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഞാൻ എന്റെ തീർന്നിട്ടുണ്ട് കേട്ടോ. അതായത് മൊഡ്യൂൾ 1-നകത്ത് എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ്, ദെൻ ICU, ഈ 3 ചാപ്റ്ററുകളാണ് എനിക്കായിട്ട് തന്നത്. ഓക്കെ, ആ 3 ചാപ്റ്ററുകൾ മൊഡ്യൂൾ 1-ൽ വരുന്നതാണ്, അത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വരുന്ന ചാപ്റ്ററുകൾ കിടക്കുന്നത് മൊഡ്യൂൾ 2-നകത്താണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്തെ ചാപ്റ്ററുകളാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. തുടങ്ങുകയല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളെല്ലാം റെഡി ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഞാൻ ചാപ്റ്റർ എടുക്കട്ടെ.
എളുപ്പമുള്ള ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാൻ ഓർത്തിട്ട് കേട്ടോ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ടു കോംപ്ലക്സ് പോവല്ലേ നല്ലത്. ഓക്കെ, പുതിയ ചാപ്റ്റർ ഇതാണ്, ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. അതെ അതെ അതെ, മൊഡ്യൂള് 2 വരുന്ന ചാപ്റ്റർ. മൊഡ്യൂള് 1 എനിക്ക് തന്നിട്ടുള്ള ചാപ്റ്റർ ഓരോ ടീച്ചേഴ്സിന് ഓരോ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊഡ്യൂള് 1 എനിക്ക് തന്ന ചാപ്റ്ററിൽ തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററിൽ എടുക്കുന്നത് മൊഡ്യൂൾ 2 കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 2 ഒരു ചാപ്റ്റർ ആണ് ഞാൻ തുടങ്ങുന്നത്, ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇത് ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ ആണ്, കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പഠിച്ചാലോ, നമുക്കങ്ങ് തുടങ്ങിയാലോ? ICU പഠിച്ചൊക്കെ എളുപ്പമല്ലേ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്ക് കേട്ടോ. അപ്പൊ ബ്ലഡ് ബാങ്കിനെ പറ്റി പറയുന്നതിന് മുമ്പ്, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് ബ്ലഡ് ബാങ്ക്? നിങ്ങൾ പറ, നിങ്ങൾക്കറിയാം എന്താണ് ബ്ലഡ് ബാങ്ക്? പറഞ്ഞേ, മെസ്സേജ് ചെയ്താൽ മതി. എന്താണ് നിങ്ങൾക്ക് ബ്ലഡ് ബാങ്കിനെ പറ്റി എന്തറിയാം? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി പറഞ്ഞു അവൈലബിലിറ്റി ഓഫ് ബ്ലഡ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, വിസ്മയ. ഓക്കെ, അതും കറക്റ്റ് ആണ്. ഓക്കെ, സ്നേഹ, നബീല, സ്റ്റോറേജ്, ബ്ലഡ് സ്റ്റോറേജ് ചെയ്യാൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പ്രശ്ന, നീതു, എല്ലാവരും പറഞ്ഞു ബ്ലഡ് സ്റ്റോറേജ് ഏരിയ അല്ലെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ബ്ലഡ് ബാങ്കിൽ സ്റ്റോറേജ് മാത്രമല്ല, നമുക്കറിയാവുന്ന കാര്യം അത്രയേ ഉള്ളൂ അല്ലെ. അതായത് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് ബ്ലഡ് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. അതെ, ടെസ്റ്റുകൾ. ഓക്കെ, നബീല പറഞ്ഞു കുറെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാല് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ലാബ് പോലെ തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞ ബ്ലഡ് സ്റ്റോർ ചെയ്യൽ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ, ഗ്രൂപ്പ് ടെസ്റ്റുകൾ, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വിശദമായിട്ട് പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ബ്ലഡ് ബാങ്ക്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ബ്ലഡ് ബാങ്കിനെ പറ്റി പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുക. അതായത് നമ്മുടെ ശരിക്കും ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് നമ്മുടെ 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഈ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. അവരാണ് ആദ്യമായിട്ട് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. കാരണം ആ ഒരു കാലഘട്ടത്തില് എന്ന് വെച്ചാൽ 1ാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ ഒരു 1914 to 18 ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എത്ര മുന്നാണെന്ന് നോക്കാം. ആ ഒരു സമയത്താണ് റെഡ് ക്രോസ് സൊസൈറ്റി ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹോൾ ബ്ലഡ് ആയിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്. ഹോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ WHO ഹോൾ ഇല്ലേ, അതെട്ടാ ഹോൾ ബ്ലഡ് മൊത്തമായിട്ട് ഇങ്ങനെ ബ്ലഡ് കളക്ട് ചെയ്യാണ് എന്ന് ചെയ്തത്. കളക്ട് ചെയ്തിട്ട് കുപ്പികളിലാക്കി സൂക്ഷിക്കുകയാണ് അന്ന് കാലങ്ങളിൽ ചെയ്തത്. കാരണം അന്നത്തെ സൗകര്യങ്ങൾ അത്രയല്ലേ ഉള്ളൂ, ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഓക്കെ, എങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്യുകയും അതിനിങ്ങനെ കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് അന്ന് കാലത്ത് ചെയ്തത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് ഈ ഹോൾ ബ്ലഡ് തന്നെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുമായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അന്ന് കാലങ്ങളിൽ ചെയ്തിരുന്നത്. പക്ഷെ ഈ ഹോൾ ബ്ലഡ് നമ്മൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാല് എല്ലാവർക്കും എല്ലാ കമ്പോണന്റുകളും ആവശ്യമില്ല. നമ്മൾ ഹോൾ ബ്ലഡ് ആയിട്ട് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ആവും അല്ലെ, ഒരുപാട് ഫ്ലൂയിഡ് ഓവർലോഡ് ആവും. പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ കമ്പോണന്റുകളും ആവശ്യമില്ല. ഇപ്പൊ അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് വരുന്നത്, ഇപ്പൊ വിളർച്ചയുള്ള ഒരാളാണെന്ന് വിചാരിക്കട്ടെ, അവർക്ക് RBC എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതായത് റെഡ് ബ്ലഡ് സെൽ എന്ന് പറയും. അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ അല്ലെ, RBC. ഓക്കെ, RBC എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ചില രോഗികളെ സംബന്ധിച്ച് അവർക്ക് WBCയുടെ കമ്പോണന്റിന്റെ ആവശ്യം മാത്രമേ അവർക്ക് വരുന്നുണ്ടാവുള്ളൂ. ഇപ്പൊ ലിവർ ഡിസീസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്ലാസ്മ കമ്പോണന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഓരോ ഡെങ്കി ഫീവർ പോലുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് ആയിരിക്കും കുറവ്. അവർക്ക് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും എല്ലാ കമ്പോണന്റ് ആവശ്യമില്ല. ആവശ്യമുള്ള കമ്പോണന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, അവർക്ക് കൊടുത്താൽ മതി. അല്ല, അതിന് പകരം മൊത്തം ബ്ലഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഓവർലോഡ് ആയി അത് ബുദ്ധിമുട്ടാണ്. അതിന് നല്ലത് അവർക്ക് എന്താണോ ആവശ്യം. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് സൗണ്ട് വന്നേ?
ഓക്കെ. അപ്പം അങ്ങനെ ആവശ്യമുള്ള കമ്പോണന്റ് മാത്രം അവർക്ക് സപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോ ആ ഒരു ആശയത്തിൽ നിന്ന് പിന്നീട് എങ്ങനെ മാറി, ഹോൾ ബ്ലഡ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഡിഫറെന്റ് കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അതായത് മറ്റേത് ഹോൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ കുപ്പിയിൽ സൂക്ഷിക്കുന്ന ആവശ്യക്കാർക്ക് ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നു. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഹോൾ ബ്ലഡ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ പല പല കമ്പോണന്റുകളായിട്ട് തിരിക്കാൻ തുടങ്ങി. RBC ഒരു കമ്പോണന്റ്, WBC ഒരു കമ്പോണന്റ്, പ്ലേറ്റ്ലെറ്റ് ഒരു കമ്പോണന്റ്, പ്ലാസ്മ ഒരു കമ്പോണന്റ്, അങ്ങനെ പല പല കമ്പോണന്റുകളായിട്ട് ബ്ലഡ് ബാഗുകളിലാക്കി സൂക്ഷിക്കാൻ തുടങ്ങി. അത് കുപ്പിയിലല്ലേ സൂക്ഷിച്ചിരുന്നേ. പിന്നീട് എങ്ങനെ മാറി ബ്ലഡ് ബാഗ്, ഒരു മദർ ബാഗ് ഉണ്ടായിരിക്കും, അതിന് സപ്ലിമെന്ററി ബാഗുകളുണ്ടായിരിക്കും. അപ്പൊ ഓരോരോ കമ്പോണന്റുകൾ ഓരോരോ സെപ്പറേറ്റ് ബാഗുകളിലായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത് കേട്ടോ. പിന്നെ ബ്ലഡിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബ്ലഡിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ടെന്ന് അറിയാവുന്നവരൊന്നും പറഞ്ഞേ. തെറ്റിയാല് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. ബ്ലഡിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ട്? ആർക്കെങ്കിലും ഒന്നും പറയാമോ? മനുവിന് പറയാമോ? ബ്ലഡിൽ എത്ര കമ്പോണന്റ് ഉണ്ടെന്ന് അറിയാമോ? അത് പോയോ? ആർക്കും അറിയില്ല. ബ്ലഡിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ട്? 2. ഓക്കെ. 2 അല്ല, 2-ൽ കൂടുതലുണ്ട്. ഓക്കെ. 3. ഓക്കെ, 3 പറഞ്ഞു. ഇനി ആർക്കെങ്കിലും 2 ആണോ 3 ആണോ? 5. ഓക്കെ. അപ്പൊ 5. അതിന്റെ ഇടയിലൊന്ന് ഷിപ്പില് കറക്റ്റ് പറഞ്ഞു. 4 ആണ് കേട്ടാ. 4 കമ്പോണന്റുകളാണ്. ഫിന ആണ്. ഓക്കെ. മനുവിന്റെ പേര് ഫിന എന്നാണ് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഫിസാന്റെ പേര് റാഷിദ അല്ലെ? മനുവിന്റെ പേര് എന്താ പറഞ്ഞത്? ഫിനാന്നാണോ പറഞ്ഞേ? ഫിനാന്നല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആ പേര് വിളിക്കാം കേട്ടോ. ശരി. അപ്പം ഫിന. ഓക്കെ. അപ്പൊ ഇനി ഫിനാന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് ഉള്ളത് കേട്ടോ. 4 കമ്പോണന്റ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് RBC. RBC എന്താണ്? റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ചുവന്ന രക്താണു എന്ന് പറയൂ. RBC. ഓക്കെ. റെഡ് ബ്ലഡ് സെൽ അഥവാ ചുവന്ന രക്താണുകള്. അരുണ രക്താണു. ഓക്കെ ഓക്കെ. പിന്നെ പ്ലേറ്റ്ലെറ്റ് ഷിജ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അഭിനവ് കറക്റ്റ് ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് വാട്ടർ മിനറൽസ് ഒന്നും അതിനകത്ത് വരണം. ഞാൻ ബ്ലഡിലെ കമ്പോണന്റ് ആണ് ചോദിച്ചത് കേട്ടോ. ബ്ലഡിൽ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണുള്ളത്. RBC, WBC അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കള്. പിന്നെ പ്ലേറ്റ്ലെറ്റ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നബീലാണ് കറക്റ്റ് ആണ്. പ്ലാസ്മ. 4 കമ്പോണന്റ് കേട്ടോ. അപ്പൊ ബ്ലഡിൽ എത്ര കമ്പോണന്റുകളാണുള്ളത്? 4 കമ്പോണന്റുകൾ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, ഇവിടെ മതി ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം കേട്ടോ. ഇത്രയും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് തുടങ്ങിയിട്ടില്ല, നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ ബുധനാഴ്ചയല്ലേ. അപ്പൊ നാളെ എനിക്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ് വരുന്നുണ്ട്. ചിലപ്പോ ആ ക്ലാസ്സിൽ സോൾ മിസ് ആയിരിക്കും എടുക്കുന്നുണ്ടാകാം. നാളെ ചിലപ്പോ ഞാൻ ഉണ്ടായിരിക്കില്ല. എനിക്ക് വേറൊരു ബാച്ചില് എമർജൻസി ആയിട്ട് പോർഷൻസ് തീർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ചിലപ്പോ ഞാൻ നാളെ നിങ്ങളുടെ ബാച്ചിൽ കയറില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാണ്. നോക്കട്ടെ, ഉറപ്പില്ല. പറ്റിയെങ്കിൽ കയറി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാന് നോക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. കാരണം ഒരു ബാച്ചിൽ പറഞ്ഞു. മോഡ്യൂൾ 1 എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞാൽ എക്സാം എപ്പോ ഉണ്ടാവുക? മൊഡ്യൂള് 1ഉം 2ഉം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് എക്സാം വരാം. മൊഡ്യൂള് അതുവരെ മോക്ക് ടെസ്റ്റുകളല്ലേ? അതുവരെ മോക്ക് ടെസ്റ്റുകൾ. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന പോർഷന് ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിലോട്ട് വരുന്നില്ലേ? അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അറ്റൻഡ് ചെയ്യാറുണ്ട്. അതെന്നും ചെയ്യണം. കാരണം അതൊരു പ്രാക്ടീസ് ആണ്. ശരിക്കും അതേപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് പേടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ആ ടൈമൊക്കെ ആവുമ്പോ കിട്ടുമല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് ഓർഡർ ചെയ്തത്. ശരി ശരി. ഞാൻ നാട്ടിലേക്ക് എത്തനോട് കൂടിയിട്ട് കിട്ടിയാൽ മതി വിചാരിച്ചിട്ട്. എനിക്കും ടെസ്റ്റ് കിട്ടിയില്ല. ഓർഡർ കൊടുത്തില്ലേ നിങ്ങള്? ഓർഡർ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടും കേട്ടോ. ഹോസ്റ്റലായിട്ടാണ് തോന്നുന്നു വായിക്കുന്നത്, എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാര്യം നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവല്ലേ. അപ്പൊ നോട്ട് എഴുതാണ്. നോട്ട് എഴുതുന്നുണ്ട്, ഓക്കെ മനസ്സിലായി. എങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും, നമുക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് വേണമല്ലോ. കാര്യം നമ്മൾ നോട്ട് ഈ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും കൂടെ കേൾക്കുകയാണ് ഇടയ്ക്കിടച്ച്. മനസ്സിലായി. പക്ഷെ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറെ ടൈം കൺസ്യൂമിങ് ആണ്. അതേസമയം ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരില്ലല്ലോ. ടെക്സ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഇപ്പൊ എത്ര ടീച്ചർമാരുടെ ഓരോ പോർഷൻസ് ഇങ്ങനെ എഴുതി എടുക്കണ്ടേ, അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പലരും ചെയ്യാട്ടോ, പക്ഷെ എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് കളക്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. മിസ്സിന്റെ ക്ലാസ് ഏതൊക്കെയായിരുന്നു? ഇന്റൻസീവ് കെയർ യൂണിറ്റും ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലും പിന്നെ ഏതായിരുന്നു? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ സർ. ഏതാ? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതെ, 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. 4, 5, 11 4, 5, 11 ഈ ചാപ്റ്ററുകള് ഞാൻ എന്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പൊ ശരി. ഓക്കെ.